ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്കിൽ നേരിയ വ്യത്യാസം വന്നിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ പുറത്തുവിട്ട പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയിലാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇത് പ്രകാരം ഒക്ടോബർ ഡിസംബർ 2023 ഇന്ത്യയിലെ തൊഴിലില്ലായ്മ 6.5 ആയിരുന്നു. അത് ഒക്ടോബർ ഡിസംബർ 2024 6.4 ആയിട്ട് നേരിയ വ്യത്യാസം 0.1 ഒരു ചെറിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഇതിനകത്ത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വ്യത്യസ്തമായ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാരുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. 5.8 ആയിരുന്നു 2023, അത് 5.8 ആയിട്ട് തന്നെ തുടരുന്നു. എന്നാൽ സ്ത്രീകളുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിൽ കാര്യമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട്. അത് 8.6 ആയിരുന്നു ഒക്ടോബർ ഡിസംബർ 2023 എങ്കിൽ ഒക്ടോബർ ഡിസംബർ 2024 അത് 8.1 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേഷ്യോയിൽ മാറ്റം വന്നിട്ടുണ്ട്. ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് തൊഴിലെടുക്കാൻ സന്നദ്ധരായിട്ടുള്ള, രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സന്നദ്ധരായിട്ടുള്ള എല്ലാവരും ഉൾപ്പെടുന്ന അതാണ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ദോസ് ഹു ആർ എംപ്ലോയിഡ്, ദോസ് ഹു ആർ അൺഎംപ്ലോയിഡ്, ബട്ട് ദേ ആർ വില്ലിംഗ് ടു വർക്ക്. തൊഴിലെടുക്കുന്നവരും തൊഴിലെടുക്കാത്തവർ, പക്ഷേ തൊഴിലില്ലാത്തവർ, അവർ തയ്യാറാണ് തൊഴിലെടുക്കുന്നതിന് വേണ്ടിയിട്ട്, പക്ഷേ അവർക്ക് ഇതുവരെ തൊഴിൽ ലഭ്യമായിട്ടില്ല. ഇങ്ങനെയുള്ള എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ളതാണ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേഷ്യോ. ഇത് 2023 49.9 ആയിരുന്നു, 9%. അത് 50.4% കൂടിയിട്ടുണ്ട്.